ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ടിപ്സാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുകാലമാണ്. സമ്മർ സീസണിലാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ സൺ ടാൻസ് വരാനും പിന്നെ കരുവാളിപ്പ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവാനും അതിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സീസണിൽ നമുക്ക് എങ്ങനെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും ഗ്ലോയി ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു അടിപൊളി ടിപ്സായിട്ടാണ് ഞാൻ വന്ന് നോക്കണത്. ബോയ്സിനും അതുപോലെ തന്നെ ഗേൾസിനൊക്കെ ഒരുപോലെ ഉപകാരപ്രദമാവുന്ന ഒരു ടിപ്സാണ്. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ കളറിലൊന്നല്ല അത്ര വലിയ കാര്യം, പക്ഷെ നമ്മുടെ സ്കിൻ എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്സ് വെച്ചിട്ട് ആ സ്കിന്നിനെ എങ്ങനെ നമ്മൾ ഹൈഡ്രേറ്റായി മോയ്സ്ചർ ചെയ്ത് ഗ്ലോ നമുക്ക് എങ്ങനെ കൂട്ടാം, ഒരു ഡൾനെസ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് വീക്കിലി ഒരു 2 വൈസ് അപ്ലൈ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഒരു 2 ദിവസമോ ഒരു ദിവസം ഒന്നും അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ആലുവേര ജെല്ലാണ്. ഞാനിവിടെ ഗ്രീൻ ലീഫിൻ്റെ ആലുവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ലീഫിൻ്റെ ആണിത്. അപ്പോൾ ഇതിന് 120 റുപ്പീസ് ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ തന്നെ ആലുവേര കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. നാച്ചുറൽ ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ. എൻ്റെ വീട്ടിലില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് തന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സൺ ഡാമേജിനും പിന്നെ സ്മൂത്ത് ആക്കാൻ, സ്കിൻ സ്മൂത്തനിങ്, വൈറ്റനിങ്, റാഷസ്, ഡാർക്ക് സർക്കിൾ, ഡാർക്ക് സ്പോട്ട് എല്ലാം പോകാനൊക്കെ ആലുവേര ജെല്ല് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഫസ്റ്റത്തെ ഇത് വന്നിട്ട് നമ്മൾ ആലുവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇവിയോൺ 400 നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിയോൺ 400 ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ചെന്നിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വിറ്റാമിൻ ഇ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ആക്കാനും മോയ്സ്ചർ ചെയ്ത് വെക്കാനും പിന്നെ ഏജിങ് ഫാക്ടറൊക്കെ കുറയ്ക്കാനും പിന്നെ ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സർക്കിൾ, വ്രിങ്കിൾസ് ഇതൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഗ്ലോ ആയി വെക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫേസിലും ബോഡി മൊത്തമൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത് കാണാം. നമുക്ക് ഫസ്റ്റ് തന്നെ സ്പൂൺ ആലുവേര ജെല്ല് ഇട്ട് കൊടുക്കാം കേട്ടോ ബോളിലേക്ക്. നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാം. ഒരു ക്യാപ്സ്യൂൾ മതി. ജസ്റ്റ് തുമ്പ് പൊട്ടിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബോഡി മൊത്തം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ക്യാപ്സ്യൂള്, പിന്നെ അതിനനുസരിച്ചിട്ട് ആലുവേര ജെല്ലൊക്കെ എടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒരു വൈറ്റ് കളറാവും അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ, പേസ്റ്റ് പോലെ ആവും. അപ്പം നമുക്കിത് ഹാൻഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ജസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായി. ഇതിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഒക്കെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നന്നായി കണ്ട, നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇത്. ഫേസൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എനിക്ക് കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ചേഞ്ചസ് ആണെന്നൊക്കെ വന്നിട്ട് ഞാൻ കുറേ വെളുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഒറ്റ യൂസിലൊന്നും നമുക്ക് ചേഞ്ചസ് കിട്ടില്ല. ഇത് സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ തന്നെ പറ്റുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. പെട്ടെന്ന് ഞാൻ കുറേ എഫക്റ്റൊക്കെ ഇട്ടിട്ട് കഴുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെളുത്തു അങ്ങനെയൊന്നും കാണിച്ച് നിങ്ങളെ പറ്റിക്കാൻ പാടില്ലല്ലോ. സത്യസന്ധമായിട്ട് പറയാമെന്ന് വെച്ചാൽ സ്കിന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നല്ല സ്മൂത്തായിട്ടുണ്ട്. നേരത്തെ തന്നെയായിട്ടും സ്മൂത്ത്നെസ് കൂടിയിട്ടുണ്ട്. ഇത്തിരി മോയ്സ്ചറായിട്ടുണ്ടെന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഭയങ്കരമായിട്ട് കളർ കൂടി എന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ കുറേ വീഡിയോസിൽ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ഒരു പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അത്രയും ഡിഫറൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. കൈ ആയാലും നോക്കിക്കോ, ജസ്റ്റ് സ്മൂത്തായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഫൈനൽ. ഇത് വേണ്ട സ്മൂത്തായിട്ടുണ്ട്. എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതിൽ കൂടെ അല്ലാതെ വല്ലാത്തൊരു ഡിഫറെൻറ്റ് ചേഞ്ചസ് പെട്ടെന്ന് വെളുത്തിട്ട് വരാം അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഒന്നും ഇല്ല. ആദ്യമേ പറഞ്ഞത് സ്കിന്നിനൊന്ന് ഹെൽത്തി ആക്കി വെക്കാം, സോഫ്റ്റ് ആകാം, ഹൈഡ്രേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ടച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ പുതിയ ബ്യൂട്ടി ടിപ്സും കുക്കിങ്ങും വ്ളോഗിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.